മുൻവിധി ബന്ധങ്ങളെ തകർക്കും, മനസ്സ് തുറക്കും. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അക്കാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവങ്ങളും ജീവിത സാഹചര്യങ്ങളുമായി ജീവിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത്, മുൻവിധികളോടെ അവരെ വിലയിരുത്തുന്നത്. നമുക്ക് ഒരാളുടെ പെരുമാറ്റം കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ യഥാർത്ഥ കാരണം എന്താണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഒരു വാക്ക്, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു പ്രതികരണം, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടാകാം. എന്നാൽ നമ്മൾ അതൊന്നും അന്വേഷിക്കാതെ നേരിട്ട് വിലയിരുത്തലിലേക്കാണ് പോകുന്നത്. ഉദാഹരണത്തിന്, ഒരു സുഹൃത്ത് നമ്മോട് എന്തെങ്കിലും സംസാരിച്ചു അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നു എന്ന് കരുതുക. നമ്മൾ ഉടൻ തന്നെ അവൻ എനിക്കെതിരെ എന്ന് തോന്നി വെറുപ്പ് പിടിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അയാൾക്ക് ആരോഗ്യ പ്രശ്നമോ കുടുംബ പ്രശ്നമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാമല്ലോ. അത് മനസ്സിലാക്കാതെ അവർക്കെതിരെ എടുത്ത തീരുമാനമാണ് മുൻവിധി. മുൻവിധി ഉണ്ടാകുമ്പോൾ നമ്മുടേതായ കണ്ണടയിലൂടെയാണ് ലോകത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നല്ല വശങ്ങൾ പോലും നമ്മൾ കാണാതെ പോകുന്നു. വെറുപ്പും അകലം പിടുത്തവും വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളോട് വെറുപ്പ് പുലർത്തുന്നതിന് മുമ്പായി അയാളുടെ പെരുമാറ്റം എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പ്രശ്നത്തെ മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ നോക്കിയാൽ പല തെറ്റിദ്ധാരണകളും മാറിപ്പോകും. ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ വളർത്താനും സമാധാനത്തോടെ ജീവിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻവിധികളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുക തന്നെയാണ്. അതിനാൽ സുഹൃത്തുക്കളെ, ഇനി മുതൽ ആരെയെങ്കിലും വിലയിരുത്തുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് നിൽക്കാം, ചിന്തിക്കാം. ഞാൻ മുന്നോട്ട് വെക്കുന്ന വിലയിരുത്തൽ ശരിയായ വസ്തുതകളിൽ നിന്നാണോ അല്ലെങ്കിൽ മുൻവിധികളിലാണോ എന്ന് മനസ്സിലാക്കണം. മുൻവിധികളില്ലാതെ പ്രശ്നങ്ങളെ കാണുമ്പോൾ ജീവിതം വളരെ എളുപ്പവും സന്തോഷകരവുമാകും.